ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ബറാത്ത സ്പെഷ്യലായിട്ടുള്ള കായ്ക്കറി പായസമില്ലേ, പിടിപ്പായസം, അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനിവിടെ പശുവും പാലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതില്ലേ ഈ ഒരു പിടി അരിപ്പൊടിയില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ഒരു പിടി ഉണ്ടാക്കിയിട്ടുള്ളതും. പിന്നെ ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റർഡിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തത് പറഞ്ഞില്ലേ, ആമീസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് ആമീസിൻ്റെ പത്തിരി പൊടിയാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ ഒറോട്ടിയെല്ലാം ഉണ്ടാക്കുന്ന. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാ ഒറോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് ആമീസ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ആ പായസത്തിൻ്റെ ആ ചെറിയ ഇതില്ലേ പിടി, അത് ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈവെള്ളയിലും അതുപോലെ തന്നെ ആ ഒരു സ്റ്റീമറിൻ്റെ അകത്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിലേക്കും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചായിട്ട് ഇതേപോലെ അരി എടുത്തിട്ട് വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ടെടുക്കണം. ഇതേപോലെ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ടോ വേണം പിന്നെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വാഴയില ഇല്ലാത്തവർ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിത് സാധാ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ വാഴയിലയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പിന്നെ നമുക്ക് കൂടുതൽ ആ ഒറ്റൊരു സ്റ്റീമർ തന്നെ ആക്കിയിട്ടെടുത്താൽ വേഗം തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമ്മൾ വാഴയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ മാറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതിൻ്റെ താഴത്തെ ആ ഒരു അടിഭാഗത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അത് വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി അടച്ച് വെച്ചതാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള കടലപ്പരിപ്പില്ല, അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ അധികം വലുപ്പമില്ലാത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. വേറൊരു പഴവും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ പഴത്തിൻ്റെ അതിൻ്റെ സീഡില്ല, ഈ ബ്ലാക്ക് കളർ വരുന്നത്, അത് ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് എടുക്കുന്നുണ്ട്. അത് വേസ്റ്റാണ്. പഴം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പഴം ഫുള്ളായിട്ടും ഞാൻ ഈ ഒരു പായസത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പിടിയും അതുപോലെ തന്നെ ആ ഒരു കടലപ്പരിപ്പില്ല, അതും വെന്തിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പായസത്തിൽ ഞാൻ ഈ കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ കസ്റ്റർഡ് പൗഡർ അടി പിടിച്ചു പോവും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. തിളച്ച് വരുന്ന ടൈമിലില്ലേ പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴം നമ്മുടെ ആ പാലിൽ നിന്ന് നന്നായിട്ട് വെന്ത് വരണം. അധികം പഴുത്ത് ഉടഞ്ഞ പോലത്തെ പഴം എടുക്കരുത്. എന്നാലും നന്നായിട്ടൊന്ന് പഴുക്കുകയും ചെയ്യണം. ആ ഒരു ടൈപ്പ് പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പാലിൽ നിന്ന് നന്നായിട്ട് ആ പഴം വെന്ത് വരണം. അതുപോലെ നമ്മൾ കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ അധികം അങ്ങ് ഉപ്പിട്ട് കൊടുക്കരുത്. അപ്പോൾ പിന്നെ പായസം ഉപ്പായി പോവും, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് നമ്മുടെ പിടിയില്ലേ, വേവിച്ചിട്ട് വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിടി ഇട്ടുകൊടുത്തതിന് ശേഷവും നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മളിതിൽ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോവും. അതുപോലെ ഈ പാലിൽ നിന്ന് ആ ഒരു പഴമില്ല നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു ടൈം വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണേ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പരിപ്പ് എടുക്കുമ്പോൾ കടലപ്പരിപ്പ് തന്നെ എടുക്കണം. നമ്മുടെ കറി വെക്കുന്ന പരിപ്പൊന്നും എടുക്കാൻ പാടില്ല.
അതുപോലെ പരിപ്പ് വേവിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കണേ. ഇനി എല്ലാം കൂടിയിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ആ ഒരു കസ്റ്റർഡ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു തിക്കായിട്ട് വരും. ആ ഒരു ടൈം വരെ നമ്മൾ തിളപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. കുറച്ചൊരു കട്ടിയിലായിട്ട് വരുന്നത് വരെ തിളപ്പിച്ചിട്ടെടുക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ടുണ്ടാവും. നമ്മുടെ കായ്ക്കറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. തേങ്ങാപ്പാലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കായ്ക്കറി പായസത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.